ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, കാരണം എപ്പോഴും ഷോർട്സ് ഇട്ടിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക ഫുള്ളായിട്ട്, എന്നിട്ട് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയും കൂടി ആയതുകൊണ്ട് തന്നെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സാരിയൊക്കെ എടുത്ത് ഞാനും മക്കളും പിന്നെ എൻ്റെ വൈഫും കൂടി ഉണ്ട്. അവളാണ് വീഡിയോ എടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് നമ്മളിതാ ബസ് സ്റ്റോപ്പിലേക്ക് വടവന്തൂരാണ് കേട്ടോ. അവിടെ ബസ് സ്റ്റോപ്പ് വരെ നമുക്ക് നടക്കണം. അത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് വയലും കണ്ടില്ലേ, കുറേ തെങ്ങും കവുമൊക്കെയുള്ള തോപ്പും ഒക്കെയാണ്. അപ്പോൾ വയലിൻ്റെ അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഫോട്ടോവും വീഡിയോ ഒന്നും എടുക്കാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ബസ്സിൽ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായി, 3/4 മണിക്കൂർ മുമ്പേ നേരത്തെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോഴത്തേക്കും ബസ് വന്ന്. അപ്പോൾ ഇതിൽ കണ്ടക്ടർ അനിയനായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബസ് നോക്കി നമ്മൾ കയറിയതാണ്. അപ്പോൾ ബസ്സിൽ ഇങ്ങനെ പോയി നമ്മളെന്താ പറയുക, 2 ബസ് മാറി കയറേണ്ടതുണ്ട്. നമ്മൾ എന്താ പറയുക, ഒലയമ്പാടി മീൻകുളം അമ്പലത്തിലാണ് പോണത്. അപ്പം നമ്മൾ ആദ്യം പെരിങ്ങോത്ത് ബസ് ഇറങ്ങിയ ശേഷം നമ്മൾ കാത്തിരുന്ന് വേറെ അടുത്ത ബസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നേരെ ത്രൂ നമ്മളെ മീൻകുളം അമ്പലത്തിലേക്ക് പോകുന്നതുകൊണ്ട് ആ ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെ ബസ് വന്ന് ബസ്സിലേക്ക് കയറി. ഇങ്ങനെ മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ഫോണും ക്ലാരിറ്റി ഇല്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ടായിരുന്നു പല വീഡിയോസും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നല്ല ഫോൺ കിട്ടിയപ്പോൾ എന്തായി, വീഡിയോ എടുക്കാനുള്ള ത്രില്ലും കൂടി. അതാണ് ഇപ്പോൾ നല്ല ക്ലാരിറ്റി കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ ബസ്സിലൊക്കെ ഇരുന്ന് മുമ്പൊന്നും ഞാനൊരു വീഡിയോ എടുക്കണം എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, ബസ്സിൻ്റെ പുറത്തേക്കൂടെ നമുക്ക് കുറേ ഘോഷയാത്രയും കാര്യങ്ങളും കുഞ്ഞു കൃഷ്ണന്മാരും രാധന്മാരൊക്കെ കാണാൻ പറ്റും. ഇത് പിന്നെ സ്പീഡ് പോകുന്നതുകൊണ്ട് എനിക്ക് അത്രയും എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ അമ്പലത്തിലെത്തിയ ശേഷമുള്ള ബാക്കി കാഴ്ചകൾ കാണിച്ചു തരേ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. എന്താ പറയുക, ഒരുപാട് എന്താ പറയുക, അത്ര അധികം തിരക്കായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ബസ്സിലാണെങ്കിൽ അതിലേക്കാ ഒടുക്കത്തെ തിരക്ക് പറയണ്ട. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഘോഷയാത്ര ആ ഒരു ഫ്രണ്ടിൽ കാണുന്നുണ്ടാ കുഞ്ഞി കൃഷ്ണനും. അത് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് അവരങ്ങനെ കൊട്ടണതൊക്കെ സ്പീഡായി പോയത്. അല്ലെങ്കിൽ ഇന്നും ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഡബ് ചെയ്യാനും ബുദ്ധിമുട്ടാവും. പിന്നെ നല്ല ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, രാധാമാരും നടുക്ക് കൃഷ്ണനൊക്കെ ആയിട്ട്. എന്താ രസം. പിന്നെ ആൾക്കാരൊക്കെ സൈഡ് മാറി പോയതുകൊണ്ട് ഒന്ന് വീഡിയോയും നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ അമ്പലത്തിൽ എത്തി എന്താ ഈ മോനൂട്ടനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. തിരക്കിൻ്റെ ഇടയിൽ അവരെ മിസ്സായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടിയില്ലേ. അതുകൊണ്ട് അതും നോക്കണം, അതിൻ്റെ ഇടയിൽ ഇതും നോക്കേണ്ടതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. മിക്കവാറും ഒരുവിധ അമ്പലത്തിലൊക്കെ അല്ലേ, ശ്രീകൃഷ്ണ അമ്പലത്തിലൊക്കെ ഇന്ന് പരിപാടിയായിരിക്കും. പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബസ് വരുമ്പോഴത്തേക്ക് തന്നെ. പിന്നെന്താ പറയുക, എന്തൊക്കെയോ ഇങ്ങനെ പറയണമെന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഡബ് ചെയ്യണ ടൈമിൽ ചില സമയത്തൊക്കെ എനിക്ക് പറയേണ്ടത് കിട്ടുന്നില്ല. അങ്ങനെയായിരുന്നു. എന്താ പറയുക, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ പാട്ട് ഞാൻ അവിടെ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കേണ്ടതുകൊണ്ടാണ് അത് കേൾക്കാത്തത്. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലെത്തിയിട്ട് എന്താ പറയുക, ഇവിടെ നമ്മൾ ആദ്യം എന്താ കഴിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നിട്ട് കുറേ നേരം നിന്നിട്ടാണ് കിട്ടിയത്. അവിടെ തന്നെ പോയി 2 മണിക്കൂറിൻ്റെ അടുത്ത് ആൾക്കാരുണ്ടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ പാൽപ്പായസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പാൽപ്പായസം എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ പാൽപ്പായസം. അപ്പോൾ നമ്മൾ ബോട്ടിലും അവിടെ തന്നെ മേടിക്കാൻ കിട്ടും. ബോട്ടിലും പൈസ കൊടുക്കുക, അതിൻ്റെ കവറൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, നല്ല പാൽപ്പായസം, അത് എത്രയാണ് വേണ്ടത് വെച്ചാൽ 2 പാൽപ്പായസം അതിനനുസരിച്ചുള്ള പാത്രം കിട്ടണം. ആ പാത്രമൊക്കെ വാങ്ങിയിട്ട് ഇതിപ്പോൾ ഞാൻ എന്താണെന്നറിയോ, എഡിറ്റ് ചെയ്യണ ടൈമിൽ ഇതിൻ്റെയൊക്കെ കുറച്ച് ടൈമിങ് കുറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എടുത്ത പോലെ അങ്ങോട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാട്ടെ ഇത് കൂടുതൽ സമയം അങ്ങനെ നിൽക്കുന്നത്. പിന്നെന്താ പറയുക, ഒരുപാട് അപ്പുറത്തെ വശത്തും ക്യൂ ഉണ്ടായിരുന്നു, ഇപ്പുറവും ക്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പായസം പിന്നെ ആദ്യം നമ്മൾ പോയി കഴിഞ്ഞപ്പം പായസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ട്രിപ്പിൽ തന്നെ എനിക്ക് തോന്നുന്നു 1000 ആൾക്കാരാട്ടോ. അപ്പോൾ അവരുടെ കമ്മിറ്റിക്കാരൊക്കെ സമ്മതിക്കണം, എന്തായാലും ഒരുപോലെ നിന്ന് വർക്ക് ചെയ്തിട്ട് എല്ലാം വരുന്നവരെല്ലാവർക്കും വയറ് നിറയെ ഭക്ഷണമായാലും പ്രസാദമാണെന്ന് പറഞ്ഞാൽ പോലും മനസ്സും വയറും നിറയണ പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കെന്തോ പറശ്ശിനിയിൽ പോയ ടൈമിലാണ് ഞാൻ ഇങ്ങനെ ഫുഡ് അല്ല അവിടുത്തെ പ്രസാദമൊക്കെ അധികം കഴിക്കാറുള്ളത്. മറ്റമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തൊഴുതിട്ട് വേഗം വരികയല്ലേ ചെയ്യുക. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ അവിടെ ഒരു കുളമുണ്ട് കേട്ടോ, മീൻ കുളം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ തന്നെ ഉണ്ടല്ലോ ഒരു കുളം. അപ്പോൾ ആ കുളത്തിൽ നമ്മൾ കാലൊക്കെ കഴുകിയ ശേഷമാണ് ബാക്കിയുള്ള ചെറിയ ഒരു ഇതുപോലത്തെ സംഭവങ്ങൾ അവിടെ ശിവൻ്റെതും അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്, അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെയൊന്നും വീഡിയോ അലൗഡ് അല്ലാന്ന് തോന്നുന്നു, കാരണം അവിടെ ബോർഡ് വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ എടുക്കുന്നത് ശരിയാണോ എന്നറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഒറ്റ നടുക്ക് നമ്മൾക്ക് ഇങ്ങനെ ചെറിയ കുളങ്ങളൊക്കെ കാണാൻ പറ്റും. എന്താണ് കാക്കേ അപ്പോൾ കുളങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ നമ്മൾ പോയിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, സൈഡിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഫോണും പിടിച്ച് പോകുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ സൈഡിലേക്ക് മാറി പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല.
അപ്പം എന്താ കാരണം ഭയങ്കര ഫീലാട്ടോ. ഇന്ന് അവിടെ തന്നെ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് അധികം. പിന്നെ എൻ്റെ അനിയൻ്റെ കല്യാണം ഇവിടെ നിന്നാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മുമ്പ് ഞാൻ വീഡിയോയും ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, കുറേ മാസം ഒരു വർഷമായി. അപ്പം അങ്ങനെ അവിടെ നിന്നിട്ട് അവിടെയും അതിൽ ഒത്തിരി മീനുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് മീനുണ്ടേ. പക്ഷെ ഞാനുണ്ടല്ലോ എന്താ പറയുക, കാല് വെച്ചിട്ട് വെള്ളത്തിൽ കാല് വെച്ച് നിൽക്കുമ്പോഴത്തേക്കും മീനൊന്നും വരുന്നില്ല. മറ്റ് നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴത്തേന് ഇഷ്ടം പോലെ മീനുണ്ടതാ, കണ്ടില്ലേ, കുഞ്ഞു 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 മീനാണേ. പിന്നെ കാലതിനകത്തൊക്കെ ഇട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് വരുന്ന ആദ്യം ഒരു കൂട്ടം ഫുൾ ഇങ്ങനെ തന്നെ വന്നു. പക്ഷെ നമ്മളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കാലിന് മുട്ടോ ഒന്നും ചെയ്യുന്നില്ല. ദൂരത്തേക്കൂടെ ഇങ്ങനെ പോവാണ്, അങ്ങനെ പോവാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതെടുക്കുന്ന ടൈമിൽ മോനോട്ടൻ ഇപ്പുറത്ത് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം നമ്മൾ ചിലപ്പോൾ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഇവരെന്താണ് കാണിക്കണതെന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ കുരുത്തക്കേടാണ് അവന്. അപ്പോൾ പോയ സ്ഥലത്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം, നമ്മൾ എന്താ പറയുക, നമ്മൾ ആ പോയ ഒരു മൈൻഡ് നമ്മൾ പോവും, ഈ പിള്ളേർ അടങ്ങി ഇരുന്നിട്ടില്ലെങ്കിൽ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മോളൂട്ടിയാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാ ഭാഗത്തും തൊഴുത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മളിതാ അവിടുത്തെ പ്രസാദമാണ്, നമുക്കങ്ങനെ പറയാം. സാമ്പാറുണ്ടാവും, കൂട്ടുകറി ഉണ്ടാവും, ഒരച്ചാറുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ആ സാമ്പാറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കൊന്നും അങ്ങനെ വെക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിറങ്ങിയാൽ പിന്നെ പിള്ളേർക്ക് അറിയാമല്ലോ, ചന്തയൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ അത് ഇതൊക്കെ വേണ്ടി വരും. അപ്പോൾ മോനോട്ടൻ എന്നോട് ആകപ്പാടെ ഒരു കാര്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, എനിക്ക് എന്താണ് JCB വേണമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം മേടിച്ചും കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോളൂട്ടി പറഞ്ഞു എനിക്ക് നെല്ലിക്ക വേണം ഉപ്പിലിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കും വേണ്ടിയിട്ട് നെല്ലിക്കയും വാങ്ങി. അതിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആദ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഉപ്പിലിട്ട നെല്ലിക്ക എന്നൊക്കെ പറയുന്ന ഒരു വികാരമാണ് കേട്ടോ. ഇപ്പം അത്ര വലിയ വികാരമൊന്നുമില്ല, എന്താണെന്നറിയത്തില്ല, എനിക്കങ്ങനെ അതിനോടൊന്നും വലിയ കൊതിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അവളയിൽ നിന്നൊരു പീസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ക്ഷീണിച്ച് ആവശ്യമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ.